ഒരു പാമ്പ് മാളത്തിലേക്ക് പോകുന്നു, അതായത് ഇരുട്ടിലേക്ക്. അത് മരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് പ്രേക്ഷകൻ കാണി അതിനെ കാണുന്നത്. അതേ പാമ്പിൻ്റെ തന്നെ അതേ ആകൃതിയിലൊരു ഉറ കണ്ടെത്തുന്നു. അതേ പാമ്പ് പിന്നെയും ജീവനോടെ തിരിച്ചു വരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പാമ്പ് ഒരു മരണമില്ലാത്ത ജീവിയായിട്ട് കാണിയുടെ മനസ്സിൽ പ്രതിഫലിക്കുന്നു. ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്താണെങ്കിൽ, നമ്മുടെ സൂപ്പർ താരങ്ങളെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് തന്നെയാണ്. ഒരു സൂപ്പർ താരം ഒരു സിനിമയിൽ മരിക്കുന്നു, ഏത് താരവും മരിക്കുന്നു, അടുത്തൊരു സിനിമയിൽ അയാൾ തന്നെ ജീവിച്ചു വരുന്നു. ഒരു സിനിമയിൽ ഒരു സ്ത്രീയെ ഒരു നായികയെ പ്രണയിക്കുന്നു, അടുത്ത സിനിമയിൽ വേറൊരു നായികയെ പ്രണയിക്കുന്നു, ഒരാളായിട്ട് ഒരു സിനിമയിൽ, മറ്റൊരാളായിട്ട് മറ്റൊരു സിനിമയിൽ. അങ്ങനെ വരുമ്പോൾ അവതാര സങ്കല്പങ്ങളുമായിട്ട് പ്രേക്ഷകൻ്റെ മനസ്സിൽ ജനിക്കുകയും മരിക്കുകയും പുതിയ പുതിയ അവതാരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അമാനുഷ്യ കഥാപാത്രമായിട്ട് താരങ്ങൾ പ്രേക്ഷകൻ്റെ ഉള്ളിൽ വരുന്നു. അതിൽ തന്നെ സൂപ്പർ താരങ്ങളാണ് ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുന്നത്. നമസ്കാരം.